ഹൈ ഗൈസ്, ഇപ്പോഴത്തെ ഫ്രിക്ഷനകത്ത് ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്ന എൻവി പ്ലഗിൻസ് എങ്ങനെ ഫ്രിക്ഷന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത്. പേടിക്കേണ്ട, ഈ പ്ലഗിൻസ് എല്ലാം ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം, ശേഷം സെർച്ച് ചെയ്യുക എൻവി പ്ലഗിൻസ്. ഓക്കെ, എൻ്റർ കൊടുക്കാം. ഓക്കെ, ഇതാ ഇവിടെ ലിങ്ക് കിടപ്പുണ്ട്. അതുമല്ല, ഈ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആക്സിയം ഗ്രാഫ് എൻവി പ്ലഗിൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കയറി പോവുക. അപ്പോൾ അതാ ഇവിടെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഉബുണ്ടു ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും ലിനക്സ് ഡിസ്ട്രോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്തല്ല ഈ മെത്തേഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിനുള്ള ഇൻഫർമേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അത് വായിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പ്ലഗിൻസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് സിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അധികം വയ്യാതെ തന്നെ നമ്മുടെ ഈ ഒരു ഡൗൺലോഡ് തുടങ്ങുന്നതായിരിക്കും. മാത്രമല്ല ഡൗൺലോഡ് ഫിനിഷ് ആകുന്നതായിരിക്കും. ഓക്കെ, വളരെ ചെറിയൊരു ഫയലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബ്രൗസർ ക്ലോസ് ചെയ്യാം, നേരെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ശേഷം ഡൗൺലോഡ്സിനകത്ത് എല്ലാം ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഫോൾഡറിനകത്ത് കയറാം. അപ്പം ഇനിയാണ് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 2 വേർഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടത് വേർഷൻ 1.0 ആണ്. അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേർഷൻ 2.0 ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേർഷൻ 1.0 ആദ്യം നോക്കാം. അപ്പോൾ അതിനകത്ത് കയറി പോവുക. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഫയൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫയൽസ് എല്ലാം കോപ്പി ചെയ്യണം ഗൈസ് കേട്ടോ. എല്ലാ ഫയൽസും സെലക്ട് ചെയ്യുക. കൺട്രോളെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഫയൽസും സെലക്ട് ആവും. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്താണെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. ഇവിടെ കോപ്പി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേ ക്ലിക്ക് കൊടുക്കുക, അപ്പോൾ കോപ്പി ആവുന്നതായിരിക്കും. നേരെ ഹോം ഫോൾഡറിൽ ചെല്ലുക. എന്നിട്ട് ഹിഡൻ ഫോൾഡേഴ്സ് എന്ന് കാണിക്കുന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക. ഓക്കെ, അല്ലെങ്കിൽ കീബോർഡിലെ കൺട്രോൾ H പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഹിഡൻ ഫോൾഡേഴ്സ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ .config എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്, അതിനകത്ത് കയറുക. അതിനകത്ത് ഫ്രിക്ഷൻ എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടായിരിക്കും, അതിനകത്ത് കയറുക. പിന്നെ ഇവിടെ ഷെയ്ഡർ എഫക്ട്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും. ഇനി ഈ ഫോൾഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഫോൾഡർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ ഫോൾഡറിനകത്ത് കയറാം. ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, പേസ്റ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കേട്ടോ. ശേഷം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ മിനിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് മിനിമൈസ് ചെയ്യാം. എന്തായാലും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേർഷൻ 2.0 പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇത്രയുള്ള കാര്യം ഫ്രിക്ഷൻ ഓപ്പൺ ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. ഓക്കെ, ഫ്രിക്ഷൻ ഓപ്പണായി. ഇനി നമുക്ക് ന്യൂ ഓപ്ഷൻ കൊടുത്ത് പുതിയൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്ക് ഫയൽ മാനേജറിനകത്ത് ചെന്നിട്ട് പിക്ചേഴ്സിനകത്തെല്ലാം ഇപ്പം ഇറേഴ്സ് ഒന്നും വന്നില്ല കേട്ടോ. ഇറേഴ്സ് വരാത്തതുകൊണ്ടാണ് ഫ്രിക്ഷൻ ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ എങ്കിലും വന്നേനും ഇററും എല്ലാം കാണിച്ചിരുന്നെങ്കിൽ. ഓക്കെ, അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കാം. ഓക്കെ, ഞാൻ വാൾപേപ്പേഴ്സിനകത്ത് ചെന്നിട്ട് ഈ ഒരു ഇമേജ് ഇങ്ങോട്ട് ലോഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമേജ് എടുത്തു. ഇനി എന്ത് ചെയ്യാം, ഈ ഇമേജിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. ഇവിടെ ആക്ഷൻസിനകത്തില്ല, ഇവിടെ റാസ്റ്റർ എഫക്ട്സിനകത്തില്ല, കണ്ടില്ലേ? ആ പ്ലഗിൻസിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് അല്ല ഇവിടെ റാസ്റ്റർ എഫക്ട്സിനകത്തായിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഡിഫോൾട്ട് ഒരു ബ്ലർ കാണിക്കുന്നുണ്ട്, അത് ഈ ഫ്രിക്ഷനൊപ്പം വരുന്ന ബ്ലറാണ് കേട്ടോ. അതല്ലാതെ തന്നെ ഈ പ്ലഗിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ബ്ലറുണ്ട്. സർക്കുലർ ബ്ലർ, നോയ്സ് ബ്ലർ, ഫാസ്റ്റ് ബ്ലർ, ലെൻസ് ബ്ലർ, ഡയറക്ഷണൽ ബ്ലർ, റേഡിയൽ ബ്ലർ. ഇപ്പോൾ ഇതിൽ സർക്കുലർ ബ്ലർ നമുക്കൊന്ന് എടുത്ത് നോക്കാം എന്താണ് നടക്കുന്നതെന്ന്. നോക്കണ്ടില്ല, സർക്കിൾ രീതിയിൽ ഇങ്ങനെ ബ്ലർ ചെയ്ത് കറങ്ങി വരുന്നേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെയറിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കും. അതിനകത്ത് റാസ്റ്റർ എഫക്ട്സിനകത്തില്ല, എന്നിട്ട് സർക്കുലർ ബ്ലറിനകത്തില്ല. ഓക്കെ, എന്നിട്ട് ഈ ആംഗിൾ ചേഞ്ച് ചെയ്ത് നമുക്ക് ഈ ബ്ലർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, കണ്ടില്ലേ? പിന്നെ ഈ ബ്ലറിൻ്റെ ക്വാളിറ്റി നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പം മാത്രമല്ല കേട്ടോ ഗൈസ്, ഇതെല്ലാം ആനിമേറ്റ് ചെയ്യാവുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് 0 ആക്കി നോക്കാം എന്താണ് പറ്റിയെന്നുള്ളത്. ഓക്കെ, പ്ലേ നോക്കാം, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സ്, അതായത് ഈ പ്ലഗിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ആനിമേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ആനിമേറ്റ് ചെയ്യാവുന്നത്. ഇവിടെ അനാമോർഫിക് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രിസംഗ് ഗ്രാഫ് സണ്ണെന്നും പറഞ്ഞുകൊണ്ട് അതൊരു ചെറിയൊരു സണ്ണ് നമ്മുടെ ഇമേജിനകത്ത് ആഡ് ചെയ്യും, കണ്ടല്ലേ? ഓക്കെ, എന്നിട്ട് ഈ സണ്ണിൻ്റെ സ്കെയിലൊക്കെ ചെയ്യാം. ഇതും എല്ലാം നമുക്ക് ആനിമേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ സൺ കോർ സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആക്ഷൻസ് അല്ല, റാസ്റ്റർ എഫക്ട്സിനകത്തില്ല. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്നുള്ളത്. എൻഹാൻസ് ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ടുണ്ട്, ബ്ലർ ചെയ്യാനുള്ള ഇനിയുണ്ട്, നോയ്സ് ബ്ലർ ഉണ്ട്, ഫാസ്റ്റ് ബ്ലർ ഉണ്ട്, പിന്നെ കീയിങ് എന്നും പറഞ്ഞുകൊണ്ട് ചെറിയൊരു കീ ഉണ്ട്. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും ഡിസ്റ്റോർട്ടിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഷയും റിപ്പൽ എഫക്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുമാതിരി വെള്ളം പോലെ ഇങ്ങനെ കിടന്ന് അത് ഇങ്ങനെ ആ ടൈം അതിൻ്റെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഇൻറ്റൻസിറ്റി അല്ല, ഫ്രീക്വൻസി നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ,
ഇനി നടിങ്ങനെ പ്ലേ ആണെങ്കിൽ കണ്ടില്ലേ ഇങ്ങനെ ഒരുമാതിരി വെള്ളം പോലെ ഇങ്ങനെ ഇമേജ് കിടന്ന് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എനിക്ക് അത്രേ പറയാനുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതിനകത്ത് ജനറേറ്ററിനകത്ത് പോയി കഴിഞ്ഞാൽ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഗൈസ് വേറൊരു കാര്യം, ഈ പ്ലഗിൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ നേരിട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു പേജിൽ ഗിറ്റ് ഹബിൻ്റെ പേജിൽ തന്നെ വന്ന് ആ ഇഷ്യൂ എന്താണോ കാണിക്കുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം അവിടെ ഇടുക. ഓക്കെ, കാരണം അതിൻ്റെ ഡെവലപ്പർ ഞാൻ തന്നെയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ നോക്കുക. എന്നിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഈ GLSL കോഡിങ് വല്ലതും നടത്തുന്ന ആളാണെങ്കിൽ അതിനകത്ത് ഇഷ്ടംപോലെ കോഡുകളുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ GLS ലേണിങ്ങിനെ ചിലപ്പം നന്നായിട്ട് സഹായിച്ചേക്കും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.